ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയൊരു സെർവറിലാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു സെർവറിൻ്റെ പേര് മൈൻഡ് സ്പിയർ എന്നാണ്. അപ്പം എൻ്റെ സ്വന്തം സെർവർ തന്നെ. അപ്പോൾ ഗൈസ്, ഇന്നലെ ആയിരുന്നു ലോഞ്ച്. അപ്പം ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കിലത്തെ മൈനിങ് ഏരിയയുടെ ബിൽഡ് കണ്ടിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒരുപാട് അങ്ങ് സെറ്റായെന്ന്. സ്റ്റോൺ ടൂൾസ് ആയതേ ഉള്ളൂ. ഇനി ബാക്കി മൈനിങ്ങിനൊക്കെ പോകണം, സെറ്റ് ആവാനുണ്ട്. അപ്പം കൂടുതൽ സമയം പറഞ്ഞ് വേസ്റ്റാക്കല്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് നമ്മൾ ബേസ് വയ്ക്കാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്തിരി അങ്ങോട്ടായിരുന്നു നമ്മൾ നമ്മുടെ ബേസ് ഏരിയ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടത്തേക്കാട്ടി നല്ല ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, നമുക്ക് വരുന്ന വഴിക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വില്ലേജും ലഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അയ്യേ, ഓക്കെ, ആ വില്ലേജ് കാണിച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് വില്ലേജിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതുവരെ നമ്മൾ എവിടം വരെ എത്തി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വില്ലേജ്. ഓക്കെ, വില്ലേജൊക്കെ ഇവിടെ അടുത്ത് തന്നെ. ഇനി ഇങ്ങനെ കയറും, ഇത് പൊട്ടിച്ച് കയറും, എന്നിട്ട് അതവിടെ വെച്ചേക്കും. ഇനി ആരെങ്കിലും വന്ന് അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ടീം ആയിട്ടുള്ള ഗെയിം പ്ലേ ആണോ ഈ ഒരു സെർവറിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ടീമായിട്ട് കളിക്കുന്നവരൊക്കെ ടീമായിട്ട് കളിക്കാം, അല്ലാത്തവരൊക്കെ അല്ലാതെ കളിക്കാം. അപ്പം ഞാൻ അല്ലാതെ കളിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ മിസ്റ്റർ കേരളയൊക്കെ ടീമാവാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം മിസ്റ്റർ കേരളയൊക്കെ ഇനി വരും, സെർവറിലുണ്ട്, പക്ഷേ ഈ ഏരിയയിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വില്ലേജ്. ഓക്കെ, അകത്തൊന്നും ആരും ഇല്ലല്ലോ, ആളില്ലാത്ത വില്ലേജാണ്. ഞാൻ അങ്ങനെ എക്സ്പ്ലോറൊന്നും ചെയ്തുള്ള കേട്ടോ. ഓക്കെ ഓക്കെ, ബ്രെഡൊക്കെ ഉണ്ട്. ഇതെന്താണ് വരാത്ത? ഓക്കെ, സെറ്റ്. പൊട്ടറ്റോ നമുക്ക് കൊണ്ട് കൃഷി ചെയ്യാം ഗൈസ്. ബാക്കിയുള്ളതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് നമുക്കെടുത്ത് കൈ പിടിച്ചേക്കാം. ഷീൽഡ്, നമ്മളൊരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഞങ്ങളുടെ ഏബയിലുണ്ട്, ഇത് നമുക്ക് എടുക്കാം, വഴിയെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ പിന്നെ വില്ലേജസ് ആയിരുന്നു നമ്മളുടെ വില്ലേജ്. അപ്പോൾ നമ്മൾ വില്ലേജ് അത്യാവശ്യമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളുടെ ബേസ് ഏരിയ. അപ്പം ഒരാൾ വി സിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ സംസാരിച്ച് നമ്മൾ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് ഞാൻ ഇവിടെ അങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. അപ്പോൾ മൈനിങ് ഏരിയ കണ്ടാൽ തോന്നും ഞാനങ്ങ് അധികം സെറ്റപ്പായി, അയൺ ആർമറായി എന്നൊക്കെ വിചാരിക്കും. കണ്ടോ, ഒരു ആർമർ പോലും ഇട്ടിട്ടില്ല, ആകെപ്പാടെ ഒരു ഷീൽഡ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ചെസ്റ്റൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഉപയോഗവും ഇല്ല. അതിനകത്തൊന്നും ഒറ്റ സാധനമില്ല, ആകെ ഈ ഒരു ചെസ്റ്റ് മാത്രമേ ഐറ്റംസ് ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഞാൻ വെറുതെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഇവിടുന്ന് മൈനിങ് ചെയ്ത് കിട്ടുന്നതും ഈ മരം മുറിച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യണം. നമുക്കാണെങ്കിൽ ജംഗിളിൻ്റെ സാപ്ലിങ്ങും കിട്ടി, അത് സ്പോണിൽ നിന്ന് കിട്ടി. പിന്നെ ഡാർക്ക് നമ്മൾ സ്പോണിൽ നിന്ന് വരുന്ന വഴിക്ക് കിട്ടി. പിന്നെ സ്പ്രൂസാണ് കിട്ടാത്തത്, സ്പ്രൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നമ്മളെ മൈനിങ് ഏരിയയിലോട്ട് ഇറങ്ങി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എവിടം വരെ കുഴിച്ചു എന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഓക്കെ, നമ്മൾ ലെവല് 49 വരെ കുഴിച്ചിട്ടുള്ളൂ, പോസിറ്റീവ് 49 വരെ കുഴിച്ചിട്ടുള്ളൂ. ഇനി താഴോട്ട് ഒരുപാട് പോകണം. 17 അയൺ കിട്ടുന്നത്, അതുവരെ കുഴിക്കണം. അപ്പോൾ അതൊക്കെ ഇനി ഓഫ് ക്യാമറയിലെ പണിയാണ്. അപ്പോൾ ബാക്കി ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെ ബേസിലോട്ടൊക്കെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ടീമായിട്ട് കളിക്കുന്നവരൊക്കെ ടീമായിട്ട് കളിക്കാം, അല്ലാത്തവരൊക്കെ
സിംഗിളായിട്ട് കളിക്കാം. അപ്പം എൻ്റെ കൂടെ മിസ്റ്റർ കേരള അല്ലെങ്കിൽ ചിലപ്പോൾ എ പി ഗെയിമിംഗ് സോൺ വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് സെറ്റാക്കണം. നമുക്കാണെങ്കിൽ ലെറ്റ്സ് പ്ലേയോ സർവൈവൽ സീരീസോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പം ഈ സെർവർ നമുക്ക് തന്നെ അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഈ ഒരു സെർവറിനകത്ത് നമ്മൾ സമയം ചിലവഴിക്കാൻ നോക്കാം. അപ്പം ഈ ഒരു സെർവറിനകത്ത് നിന്നുള്ള വീഡിയോ ആയിരിക്കും ഇനി അങ്ങോട്ട് വരിക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യുക. അയ്യോ രാത്രിയായി നിന്ന് കിടക്കട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഈ ഒരു ഏരിയയിൽ ചെയ്യണമെങ്കിൽ അത് പറയുക. പിന്നെ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒരു വീട് വയ്ക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ സെറ്റാക്കും. ഓക്കെ, പിന്നെ ഈ ഒരു മരം മുറിക്കുമ്പം ഇത് പെട്ടെന്ന് തന്നെ വന്ന് വീഴാൻ വേണ്ടി നമ്മൾ ട്രീ ആസിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടേ, കുട്ടി വീഴുന്നത് കണ്ടോ? ഇത് ഫുള്ള് മിക്കവാറും വീഴാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ സ്റ്റോൺ ആക്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും മരത്തിൻ്റെ മണ്ടേ കയറണം, അത് ഫുള്ള് മുറിച്ചെടുക്കണമെങ്കിൽ. ഓക്കെ, അപ്പം അതുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. ബൈ.